നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൈ ദീസ് പേജ് നമ്പർ 53 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് 1 2 3 സ്ക്വയർ അങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എൻഡ് വിത്ത് ഡിജിറ്റ് 1 ആയി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1 2 3 സ്ക്വയർ. നമ്മൾ ആദ്യമേ ഒരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. എന്തായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി? ലാസ്റ്റ് നമ്പർ 1 അല്ലെങ്കിൽ 9 ആണെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് ആൻസർ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. ലാസ്റ്റ് ഡിജിറ്റ് 4 അല്ലെങ്കിൽ 6 ആണെങ്കിൽ എന്തിലായിരിക്കും എൻഡ് ചെയ്യാൻ പോകുന്നത്? സ്ക്വയർ എടുക്കുമ്പോൾ 6ലായിരിക്കും എൻഡ് ചെയ്യുന്നതെന്ന്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ച് നമുക്കിത് നോക്കാം. 1 2 3 സ്ക്വയർ, ഇതെന്താണ്? 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് എൻഡ് ഇൻ 1 എന്ന ചോദ്യം. ഇത് 3 അല്ലേ? അത് ഇതിലേതിലും പെടാത്തതാണ് അല്ലേ? അപ്പോൾ ഇതില്ല. അടുത്തത് 77 സ്ക്വയർ, ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 7 ആണ്. അതും ഇതിനകത്ത് ഇല്ല അല്ലേ? ഈ തന്നിരിക്കുന്നതിലില്ല. അപ്പോൾ ഇതുമല്ല. നെക്സ്റ്റ് വൺ 82 സ്ക്വയർ. 82 സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 2 ആണ് അല്ലേ? അതും ഈ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പിലില്ല. അടുത്തത് 161 സ്ക്വയർ. 161ൻ്റെ ലാസ്റ്റ് നമ്പർ എന്താണ്? 1 ആണ് അല്ലേ? നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രോപ്പർട്ടി? 1 അല്ലെങ്കിൽ 9 ലാസ്റ്റ് നമ്പർ വരികയാണ്. അതായത് ഇപ്പം എൻ്റെ 161 എൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് നമ്പർ എന്താണ്? 1. അപ്പോൾ ഈ 1's പ്ലേസിൽ ഒന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 9 വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ആൻസറിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ 161ൻ്റെ കേസിൽ എന്താണ്? അത് ഇറ്റ് വുഡ് എൻഡ് വിത്ത് 1. ശരിയല്ലേ? അത്രേ ഉള്ളൂ. അടുത്തത് 109 സ്ക്വയർ. ഇതെന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 9 അല്ലേ ലാസ്റ്റ് ഡിജിറ്റ്. അതായത് 1's പ്ലേസിൽ 1 അല്ലെങ്കിൽ 9 ആണെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിലും യെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ട്രൈ ദീസ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രൈ ദീസിൽ നോക്കാം. നെക്സ്റ്റ് ട്രൈ ദീസും സെയിം ഇതുപോലെ തന്നെ അടുത്തതാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇതേ സെയിം മെത്തേഡ് തന്നെ ഇപ്പം നമ്മൾ ചെയ്തത് 1ൻ്റെയും 9ൻ്റെയും കേസാണ്. ഓക്കെ, ഇതുപോലെ തന്നെ അടുത്തത് ഏതിൻ്റെ ആയിരിക്കും? അടുത്ത സെക്ഷൻ. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ ചോദിച്ചിരുന്ന ചോദ്യം നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വുഡ് ഹാവ് ഡിജിറ്റ് 6 അറ്റ് യൂണിറ്റ്സ് പ്ലേസ്. 6 കൊണ്ട് എൻഡ് ചെയ്യുന്ന നമ്പർ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ 19 സ്ക്വയർ. ഇതിന് ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 9 ആണ്. അപ്പോൾ 6ൽ എൻഡ് ചെയ്യുമോ? ഇല്ല. 6ൽ എൻഡ് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നല്ലെങ്കിൽ 4 ആവണം അല്ലെങ്കിൽ 6 ആവണം. എന്നാൽ മാത്രമേ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് ലാസ്റ്റ് ഡിജിറ്റിൽ 6 വരുള്ളൂ. ഓക്കെ, 19 സ്ക്വയർ. അപ്പോൾ ഇത് നോട്ട് പോസിബിൾ. അടുത്ത് 24 സ്ക്വയർ. 24 സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. അതുണ്ട് ഈ ഗ്രൂപ്പിൽ അല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് 1 ഡിജിറ്റിൽ യൂണിറ്റ്സ് പ്ലേസിൽ എനിക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് പോസിബിൾ. അടുത്തത് 26 സ്ക്വയർ. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ് അല്ലേ? 4 അല്ലെങ്കിൽ 6 വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ 4 ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 6 വരുന്നതാണ്. അങ്ങനെയല്ലേ നമ്മുടെ പ്രോപ്പർട്ടി? അപ്പോൾ ഇതിൻ്റെ കേസിൽ 6 ആണ്. അപ്പോൾ ഇത് പോസിബിൾ. അടുത്തത് 34 സ്ക്വയർ. ഇതെന്താ ലാസ്റ്റ് ഡിജിറ്റ്? 4 ആണ് അല്ലേ? നമുക്ക് 4 അല്ലെങ്കിൽ 6 വന്നു കഴിഞ്ഞാൽ സ്ക്വയർ എടുക്കുമ്പോൾ 6 വരും. അപ്പോൾ ഇതിൻ്റെ കേസിലും എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈ ഒരു ടോപ്പിക്ക്.